വെൽക്കം ബാക്ക് ടു സജനാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കുകയാണ്. ഒരു പ്രത്യേക മീനാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കേൾക്കണം അതിൻ്റെ പേര്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കുരുമുളക് എടുത്തിട്ടുണ്ട്. 1 കിലോ മീനിക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. 2 പച്ചമുളക്, ഒരു 10 ചെറിയ ഉള്ളി, ഒരു 10 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കുരുമുളക് എടുത്താൽ മതി. ഇനി ഇതെല്ലാം മിക്സിയിലെ ചതക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഫിഷ് മസാല ഒന്നും ഞാൻ ചേർക്കുന്നില്ല, വെറുതെ അതൊക്കെ ചേർത്തിട്ട് നമ്മളെ ഹെൽത്ത് കേടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം. പച്ചക്കുരുമുളക് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പച്ചക്കുരുമുളക് ഇല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ ചേർത്താൽ മതി, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഞാനിത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ മുഴുവൻ നീരും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചത് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടി അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെ നല്ല ചുവപ്പ് കളറൊന്നും ഉണ്ടാവില്ല. നല്ല ചുവപ്പ് കളറിന് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഫിഷ് കട്ട് ചെയ്ത് വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ. ഇതിൻ്റെ പേരാണ് ഷാഫി മീൻ. അപ്പം ഞാനിത് കൊല്ലം ഷാഫിയുടെ മീനാണോ എന്ന് വിചാരിച്ചിട്ട് ഇത് പാട്ട് പാടുമെന്നൊക്കെ ഒന്ന് നോക്കി, പക്ഷേ പാട്ടൊന്നും പാടിയില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഇതാ മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്കിത് 1 മണിക്കൂർ മസാല പിടിക്കാൻ വേണ്ടി വെക്കാം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വേണമെങ്കിൽ ഇപ്പോൾ ഇത് മസാല തേച്ചേക്ക് തന്നെ നമുക്ക് പൊരിക്കാം. പക്ഷേ ഈ മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് കയറണം എന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വെക്കണം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഷാഫി മീൻ ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഷാഫി മീൻ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഏത് മീനിലും ഇതേ മസാല തേച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.